ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും ചില വസ്തുക്കളോട് അല്ലെങ്കിൽ ചില കാര്യത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്രേസ് ഉണ്ടായിരിക്കുമല്ലേ. അത്തരത്തിൽ എൻ്റെ വീട്ടിലൊരാളുടെ ക്രേസാണിത് കേട്ടോ. എൻ്റെ അനിയത്തി എന്ന് പറയുമ്പം നിങ്ങൾ ചിലപ്പോൾ കരുതും ഒരു കൊച്ചു കുട്ടിയായിരിക്കുമെന്ന്. ഈ അനിയത്തിക്ക് 24 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. അയാളുടെ കുട്ടിക്കാലം മുതൽ ഇപ്പം വരെ ഒരു 1 ഇയർ മുന്നേ വരെ അയാൾ വാങ്ങിയതും അയാൾക്കോരോ ഗിഫ്റ്റ് ചെയ്തതും ഓരോരുത്തരും അയാളുടെ ഫ്രണ്ട്സും അയാളുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനോ ഒക്കെ ഗിഫ്റ്റ് ചെയ്തതുമായ പാവകളാണിത് കേട്ടോ. ചെറുപ്പകാലം തൊട്ട് ഇയാൾ എവിടെ പോയാലും ആരെങ്കിലും വന്നാൽ ഇയാൾക്ക് ആവശ്യം പാവകളായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നശിപ്പിച്ച് കളയത്തൊന്നുമില്ല കേട്ടോ. ഇത് വളരെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് ഇതിനെ ഇത് ഉപയോഗിച്ച് പുള്ളിക്കാരി കളിച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കളിയൊക്കെ കഴിഞ്ഞ് ഭദ്രമായിട്ട് ഇതുകൊണ്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ റിലേറ്റീവ്സ് വരുമ്പോഴാണേലും അല്ലെങ്കിൽ ഈ എൻ്റെ അനിയത്തിൻ്റെ തന്നെ ഫ്രണ്ട്സ് വരുമ്പോഴും എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോഴും അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും പാവകളോ, കൊച്ചു കുട്ടികളില്ലാത്ത വീട്ടിലെന്ത് ഇത്രയും പാവകൾ. പക്ഷേങ്കിൽ ഈ പാവകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലോട്ട് കയറി വരുന്ന എല്ലാവർക്കും ഈ പാവകൾ ഭയങ്കര സന്തോഷം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം. കാര്യം ഞങ്ങളുടെ വീട്ടിൽ വരുന്നവരെല്ലാവരും ഈ പാവകളെ നോക്കി ഇതെന്തേ, ഇത് എത്ര കാലത്തെയാ, ഇതാരുടെയാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ആളുകളിൽ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ പാവകൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരുന്നവർക്ക് ഭയങ്കര കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഈ പാവകൾക്കുണ്ടല്ലോ, ഇതുങ്ങൾക്ക് 24 വയസ്സ് വരെ പ്രായമുള്ള പാവകൾ ഈ കൂട്ടത്തിലുണ്ടെന്നേ. ഇത് കണ്ടോ, ഇത് ഞാനാണേ. എൻ്റെ കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോയാണിത്. അന്ന് കല്യാണ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയതാണ് ഇത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞ കഥാനായികയില്ലേ, എൻ്റെ അനിയത്തി, അദ്ദേഹമാണിത്. അദ്ദേഹത്തിൻ്റെ കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോയാണിത് കേട്ടോ. അയാളുടേതാണ് ഈ പാവകളെല്ലാം, അയാളുടെ സ്വന്തം, അയാളുടെ മാത്രം. ഈ പാവകളുടെ ഉടമ അല്ലെങ്കിൽ അവകാശി അവളാണെന്നുള്ള ഒരു അഹങ്കാര മനോഭാവവുമുണ്ട്. കാരണം നമ്മളാരും അത് തൊടാനും പാടില്ല, നമ്മളാരും അതിട്ട് എടുക്കാനും പാടില്ല, ആർക്കും കൊടുക്കാനും പാടില്ല. ഇത് കണ്ടോ, ഈ പാവകൾക്കിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ട് വഴക്കുണ്ടാക്കി അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സിനെ വിളിച്ച് അവൾ ഈ പാവകൾക്ക് വേണ്ടി ചെയ്തതാണിത്. വീട്ടിലൊരു കുഞ്ഞു ഷോക്കേസായത് കേട്ടോ. ഇനി ഇതിലെ ഓരോ പാവകളും ഉണ്ടല്ലോ, ഓരോ പാവകൾക്കും ചില രസകരമായ കഥകളൊക്കെ പറയാനുണ്ട്. അത്തരത്തിലുള്ളൊരു പാവയാണിത്. ഈ പാവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പാവയുടെ വായിലിരിക്കുന്ന ഈ വിസിൽ കണ്ടോ, ഇത് ഊരിയ ഇത് നന്നായിട്ട് കരയുമായിരുന്നു. കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ കരയുമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനുണ്ടല്ലോ, എൻ്റെ അനിയത്തിയെ പോലൊരു ക്രേസ് ഉണ്ട്. എന്ത് വർക്കിംഗ് മോഡിലുള്ള സാധനം കണ്ടാലും അച്ഛൻ പോയി അതൊന്ന് അഴിച്ചും പണിഞ്ഞും ഒക്കെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അച്ഛൻ ഒരു ദിവസം കൊണ്ടുപോയി ഈ പാവയെ ഇതിങ്ങനെ കരയാൻ ഇതിനകത്ത് എന്താ സംവിധാനം എന്ന് നോക്കിയതാണ്. പക്ഷെ അച്ഛനത് പഠിച്ചു കഴിഞ്ഞ് നോക്കിയിട്ട് പിന്നെ ഇന്ന് വരെ ആ പാവ കരഞ്ഞിട്ടില്ല. പക്ഷേ ഇവനെ കണ്ടോ, ഇവനാണ് കൂട്ടത്തിലെ സുന്ദര കില്ലാടി. ഇവൻ എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഇവനൊരു 24 വയസ്സ് പ്രായമുണ്ട്. ഇത് കണ്ടോ, ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു ഈ വിഷറിപ്പാവ. ഇപ്പം ഇച്ചിരി കളറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവക്കും ഏകദേശം ഒരു 10-20 വയസ്സ് പ്രായമുണ്ട്. കളർ ഇച്ചിരി വൈകിയാൽ എന്താ, സൗന്ദര്യത്തിന് ഒരു കോട്ടവുമില്ല. താനീ തങ്ക വൈവളിപ്പോഴും ആ മുഖത്തോട്ടൊന്ന് നോക്കിയാലുണ്ടല്ലോ, എന്നാ ഒരു ഗ്ലാമറാണ്. വിഷറിയും ഇവിടെ കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ പേടിയാവും അല്ലേ, എന്തോ ഒരു ഭയങ്കര ലുക്ക് പോലെ. പക്ഷേ ഇവൾ ഭയങ്കര ക്യൂട്ടായിരുന്നേ. ഒരുപാട് പഴക്കമുള്ളതാണ്. ഇവൾ മറ്റേ ചില ചെയ്യ ആ പാട്ടൊക്കെ പാടുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഇയാളെ കണ്ടോ, കാട്ടിലെ രാജാവ്, സിംഹം മുതൽ ഉറുമ്പ് വരെ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഈ സിംഹമൊക്കെ എന്തുമാത്രം വഴക്ക് കെട്ടി വാങ്ങിച്ചാണെന്നറിയോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിംഹം. ഈ കൂട്ടത്തിലൊരു പുലിയുണ്ട്, ദാ കണ്ടോ, എന്ത് പാവല്ലേ, ഭയങ്കര പാവമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ നാടൻ പട്ടിയാണ് കേട്ടോ. ഇവന്മാരുടെ പല വെറൈറ്റികൾ ഈ കൂട്ടത്തിലുണ്ട്. ഇത് കണ്ടോ, ഒരു പഗ്ഗിരിക്കുന്നേ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മളെന്താ പറയുന്നതെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ ഈ പഗ്ഗിന്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്നല്ലേ തോന്നുന്നു. ദേ ഇരിക്കുന്നു ഒരു ലാബ് എപ്പിസോഡ് കുഞ്ഞാണെന്ന് തോന്നുന്നു. ദേണ്ടേ തൊട്ടടുത്തൊരു പൊമേറിയൻ ഇരിപ്പുണ്ട്. കുറേ ആളുകളുണ്ട്. ഇതൊരു താറാവാണ് കേട്ടോ. അല്ല, താറാവാണോ കുരങ്ങനാണെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാം ഒന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല കേട്ടോ. ഇതൊരു കുരങ്ങനാണെന്ന് തോന്നുന്നു. ഇത് പൊമേറിയനാണ്.
ഈ മഞ്ഞ അവനൊരു കുരങ്ങനാണെന്ന് തോന്നുന്നു. ദേ എന്തൊരു ക്യൂട്ടാന്നൊക്കെ. ഒരു പൂച്ചക്കുട്ടിയാണ്, ഭയങ്കര സുന്ദരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവനെ കാണാൻ. ഇവൻ എനിക്ക് തോന്നുന്നു ഞങ്ങളച്ഛൻ കോയമ്പത്തൂർ എവിടെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു. ദേണ്ടേ ഒരാൾ, കരയിലെ ഏറ്റവും വലിയ മൃഗം ആനക്കുട്ടൻ. ഫുട്ബോൾ കളിക്കുന്നിടത്തുനിന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വന്നതാണ്. പാവം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടുന്ന് ഞാൻ ധൃതി വെച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. ഇത് കണ്ടോ, ഇതൊരു പുഴുവാണ്, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പുഴു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവള് അവിടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എങ്ങാണ്ട് എക്സ്കർഷന് പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ് ഈ പുഴുവിനെ. ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം.